നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്കിലാണ്. അപ്പോൾ ഈ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 365 ദിവസം കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന ഒരു പാർക്കാണ്. നമുക്ക് രാവിലെ 10 മണി തൊട്ട് ഈ പാർക്ക് അവൈലബിൾ ആണ്. 5.25 ഏക്കറോളാണ് ഇതിൻ്റെ വിസ്തീർണം വരുന്നത്. അപ്പോൾ അതിലാണ് ഈ മനോഹരമായ പച്ചപ്പിലോ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിൻഫ്ര റോഡും അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും തൊട്ട് സമീപം തന്നെയാണ് നമ്മുടെ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. പക്ഷേ എനിക്കിതൊരു കണ്ടുപിടിക്കാൻ പറ്റുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ എവിടെയാണ്. അതുപോലെ മെയിൻ അട്രാക്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ തിയേറ്റർ. എൻ്റെ പൊന്നാളിയെ കിളി പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്ക്. അതെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്കിലാണ്. നമ്മുടെ കളമശ്ശേരി മുനിസിപ്പൽ കൗൺസിലിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർക്കാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ അകത്തേക്ക് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഈ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 365 ദിവസം കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന ഒരു പാർക്കാണ്. അതുപോലെ വീക്കെൻഡും അതുപോലെ എന്തെങ്കിലും പബ്ലിക് ഹോളിഡേ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ടൈമിങ്ങിന് വ്യത്യാസമുണ്ട്. നമുക്ക് രാവിലെ 10 മണി തൊട്ട് ഈ പാർക്ക് അവൈലബിൾ ആണ്. അല്ലാത്ത പക്ഷം നമ്മൾ വരുമ്പോൾ ഏകദേശം 4 മണിക്ക് ആണ് ഇത് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഏകദേശം 5 മണി സമയത്താണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ നല്ല വെയിലുള്ള സമയം, അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്കൊന്നും വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 4 മണി സമയത്തൊന്നും നമുക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈകി വന്നേ. ബട്ട് സ്റ്റിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസിലൊക്കെ നല്ല സണ്ണിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജാണ്. നമ്മൾ കയറി വരുന്ന ഒരു എൻട്രൻസ് ആണ് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഒരു ഗ്രീൻ കാർപ്പറ്റ് വിരിച്ച ഒരു എഫക്റ്റിലാണ് കംപ്ലീറ്റ് ഇപ്പോൾ നമ്മൾ വന്ന അത്രയും ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് അകത്തേക്ക് പോയിട്ട് ഓരോന്ന് 1 by 1 ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ജസ്റ്റ് കം ഓൺ. അതുപോലെ നമ്മൾ കുട്ടികളായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുള്ള സ്നാക്സോ വെള്ളമോ അങ്ങനെയൊന്നും ഇവിടെ അലോ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ഔട്ട്സൈഡ് തന്നെ നമുക്ക് ഇതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പുറത്തെ കടകളിൽ നിന്ന് കിട്ടും. സോ നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് അകത്തേക്ക് വരിക. അതുപോലെ തന്നെ നമ്മുടെ ഈ നല്ല പ്ലേസിലൊന്നും വേസ്റ്റ് ഇടാതെ ഇതുപോലെ വെച്ചിരിക്കുന്ന പാത്രത്തിലൊക്കെ നമ്മൾ വേസ്റ്റ് ഇട്ട് നമ്മൾ മാക്സിമം ഇവരെ ഹെൽപ്പ് ചെയ്യുക. കാരണം ഇതൊക്കെ മനോഹരമായിട്ട് അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള ഗവൺമെൻറ് മുൻകൈ എടുത്ത് നടത്തുന്ന കുറച്ച് പാർക്കുകളിൽ ഒന്നാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്താണ് ഈ പാർക്ക് മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാൻ പറ്റുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ബോട്ടിങ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലേ ഏരിയ. അപ്പോൾ അതുപോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഫൗണ്ടെയിനാണ്. അപ്പോൾ ഇത് ഇപ്പം നമുക്കൊന്നും മനസ്സിലാവില്ല കണ്ടു കഴിഞ്ഞാൽ. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ലൈറ്റൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഫൗണ്ടെയിൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യണത് 7 to 8 മണി ആ സമയത്താണ് മെയിനായിട്ട് ഇത് പ്രോപ്പർ വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രസമാണ് കാണാൻ. 5.25 ഏക്കറോളാണ് ഇതിൻ്റെ വിസ്തീർണം വരുന്നത്. അപ്പോൾ അതിലാണ് ഈ മനോഹരമായ പച്ചപ്പിലോ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേസിൻ്റെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. പക്ഷേ എനിക്കിതൊരു കണ്ടുപിടിക്കാൻ പറ്റുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ എവിടെയാണ്. കാരണം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 5.2 ഏക്കറിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ ഇത് എവിടെയായിട്ടാണെന്ന് ഞാൻ കണ്ടുപിടിച്ചില്ല. നോക്കാം നമുക്ക് ഇതിൻ്റെ എവിടെയൊക്കെ ഉണ്ട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ഗൈസ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മെയിനായിട്ട് മനസ്സിലാക്കിയ സംഭവം എന്താ അറിയോ? ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം മെയിനായിട്ട് നമുക്ക് ആപ്റ്റ് ആവണത് കുട്ടികളുടെ കൂടെ വരുമ്പോഴാണ്. അവരെ നമ്മൾ മാക്സ് ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് അവരെ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ കളിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അടുത്ത് തന്നെ ക്രഷ് ചെയ്തൊരു മരമുണ്ട്. ആ മരത്തിനെ ഫോളോ ചെയ്താൽ പോവുകയാണ്. കമോൺ. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഈ മരം കേട്ടോ എന്നെ ഫസ്റ്റ് ക്രഷ് അടിച്ചത്. എന്നുവെച്ചാൽ പേഴ്സണലി എനിക്ക് ക്രഷ് ചെയ്ത ഫസ്റ്റ് മരം ഭയങ്കര ഇഷ്ടമായി. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നല്ല രസം. നമ്മുടെ ഈന്തപ്പന പോലെ ഇരിക്കുന്നു അല്ലേ ഈന്തപ്പന പോലെ ഇരിക്കുന്നു. അത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഇപ്പോൾ മിക്ക പാർക്കിലും നമുക്ക് നോക്കിയാൽ കാണാം മെയിൻ്റെനൻസ് ഒന്നും കറക്റ്റല്ല. ഈവൻ ഞാൻ ഇതിൻ്റെ റിവ്യൂസ് ഞാൻ കുറേ നോക്കിയായിരുന്നു. റിവ്യൂസ് നോക്കിയപ്പോൾ കുറേ പേര് നെഗറ്റീവ് ഇട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രോപ്പർ മെയിൻറ്റെയിൻ ഇല്ല, എന്താ കാട് പിടിച്ചെടുക്കുകയാണ്, ആൻഡ് പാമ്പുകളുടെ പ്രശ്നമുണ്ട്, കുട്ടികളെ നമുക്ക് ചുമ്മാ റോമിങ്ങിനായിട്ട് വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ റിവ്യൂസ് ഞാൻ കണ്ടു. പക്ഷേ പേഴ്സണലി എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നല്ല കേട്ടോ അങ്ങനെ പ്രശ്നമുണ്ടെന്ന് തോന്നല്ല. എന്തായാലും നമ്മൾ പേരൻസ് കൂടെ ഉണ്ടായാൽ മതി. കുട്ടികളുടെ കൂടെ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ തന്നെയാണ്, അടിപൊളി. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. മതിൽ ഒന്ന് കവർ ചെയ്തേക്കാണ്. അപ്പം നമുക്ക് നേരെ കറങ്ങി ഇനി ഇവിടുന്ന് അങ്ങനെ പോവാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ബട്ടർഫ്ലൈ ഗാർഡനിലാണ് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ ഒന്നും ഇല്ല, ഓരോ സീസൺ അനുസരിച്ചാണ് കേട്ടോ ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് ബട്ടർഫ്ലൈ ഇല്ല. എന്നാൽ കൂടി നമുക്ക് വണ്ടർഫുൾ ആയിട്ട് ഒരു കാര്യം എന്നെ മെയിൻ അട്രാക്റ്റ് ചെയ്തത് ഇവിടെ ഞാൻ വന്നപ്പോഴല്ലോ അത് ഇവിടെ കുറേ ഇരിക്കുന്നുണ്ടോ. ഇവിടെ വരുന്ന കുട്ടികളൊക്കെ അവർക്ക് പറ്റുന്ന വിധം അവരുടെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ഇവ നല്ല രസമുണ്ട്. ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് കേട്ടോ. നല്ല രീതിയിൽ ഗ്ലാസ് ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
ഇത് അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആൾക്കാരൊക്കെ ചെയ്തത് കേട്ടോ. നല്ല അടിപൊളി ഡ്രോയിങ്സും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ വരച്ചേക്കുന്നത് ചെറിയ സ്കെച്ചും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഈവൻ ഇങ്ങനെ ഒരു പച്ചപ്പിൻ്റെ ഉള്ള ഈ ഒരു വൈറ്റ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഈവൻ നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ അവർക്കൊരു ഓപ്പൺ ഏരിയ നിന്ന് വരയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഹോം വർക്ക് ചെയ്യാനാണെങ്കിലും അവരുടെയായിട്ട് ഒരു പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസ് നമുക്കിവിടെ എന്തായാലും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ 100% പറ്റുന്നത് ഷുവറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പാർക്ക് ഏരിയാസൊക്കെ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഊഞ്ഞാലാടാനായിട്ടുള്ള ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമാണ് ഇതൊക്കെ യൂസ് ചെയ്യാവുള്ളൂ, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോൾ പൊട്ടിപ്പോയെന്ന് വെച്ചാൽ. അപ്പോൾ പേരൻസൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ ആ പുല്ലിമ പോയിരിക്കുക, കുട്ടികളൊക്കെ മാക്സിമം ഇത് എൻജോയ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ കാണാം വീണ്ടും കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇതുപോലെ തന്നെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, കുട്ടികളുടെ കളി ഉപകരണങ്ങൾ മുതിർന്നവർ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് പാർക്ക് മാത്രമല്ല ഒരു ബോട്ടിംഗ് സെക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പിള്ളേർക്കുള്ള ബോട്ടിങ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജംസ് മിഠായി പോലെ അടക്കി വെച്ചാൽ ബോട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല രസമുണ്ട്, ക്യൂട്ട് ബോട്ട്സ്. അപ്പോൾ ഇതിനകത്ത് ടൈമിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയാൽ കാണാം നല്ല അടിപൊളി ക്യൂട്ട് ബോട്ട്സ് അല്ലേ, കുട്ടികളെ പോലെ തന്നെയുള്ള കുഞ്ഞു ബോട്ട്സ്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മെയിനായിട്ടുള്ള അടുത്ത ഡൗട്ടായിരിക്കും നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാനുള്ള എങ്ങനെയാണ് ഇങ്ങോട്ടും എത്തിച്ചേരുക എന്നൊക്കെ ആയിരിക്കും ഡൗട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെയും നമ്മുടെ കിൻഫ്രയുടെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ടർ സ്റ്റുഡിയോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈവൻ ബസ്സിനാണ് വരുന്നെങ്കിൽ അത്ര പോസിബിൾ അല്ലാന്ന് ഞാൻ പറയുള്ളൂ, കാരണം ഇങ്ങോട്ട് എത്തിച്ചേരാൻ. അപ്പോൾ ബസ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അവിടെ വരെ വരുള്ളൂ, അതും ഫ്യൂ ബസ്സസേ ഉള്ളൂ, അധികം ബസ്സില്ല. ഈവൻ ബസ് അവിടെ വന്ന് ഇറങ്ങിയാൽ പോലും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ അറൗണ്ട് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഇവിടം വരെ വരാനായിട്ട്. അപ്പോൾ നമ്മളത് എന്തായാലും ഓട്ടോനെ ആശ്രയിക്കേണ്ടി വരും. ഓട്ടോയ്ക്കാണെങ്കിൽ അറൗണ്ട് ഒരു 25 to 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ അവിടെ എത്തിച്ചേരും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു വഴി. അപ്പോൾ അതേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഇത് ഫൗണ്ടെയിനാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റി, സ്പോൺസർഡ് ബൈ ലുലു മോൾ കേട്ടോ. അപ്പോൾ ഇത് സ്പോൺസർ ചെയ്തേക്കണ ലുലു ആണ്. അതെ നോക്കിയാൽ കാണാം ലുലുവിൻ്റെ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറോളമായി. അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ നല്ലോണം താഴത്തേക്ക് വന്നു തുടങ്ങി, സൺസെറ്റായി, മേളിൽ ചന്ദ്രൻ വന്നു തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ചന്ദ്രനെയൊക്കെ. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട്, കുട്ടികളൊക്കെ പേരൻസും കപ്പിൾസായിട്ടുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരവരുമായിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ തിരക്കിലാണ്, നമ്മൾ നമ്മുടെ ഷൂട്ടിലാണ്. ആൻഡ് ഈവൻ ബോട്ടിങ്ങിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമെന്ന് തോന്നുന്നു. 2 ചേട്ടന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഈവൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതുകൂടെ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് അടുത്തായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ തിയേറ്ററാണ്. തിയേറ്റർ ഇതൊരു ഓപ്പൺ ചെയ്തിട്ടില്ല, അത് ഓപ്പൺ ചെയ്യാണ്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല, എക്സ്പീരിയൻസ് നഷ്ടപ്പെടുമോ എന്തോ. അപ്പോൾ നോക്കാം, ലെറ്റ്സ് സീ ഗൈസ്. അതുപോലെ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ കൂടെ പിടിച്ചാണ് നമ്മുടെ ചക്കീനെയാണ്. ചക്കി ബ്രോ ഒന്ന് ആക്ച്വലി ഡ്യൂട്ടിക്ക് പോയി കയറുന്നു. ആ ഡ്യൂട്ടിയിൽ നിന്ന് ഞാൻ വിളിച്ച് ഇറക്കിക്കൊണ്ട് വന്നതാണ്. നമുക്ക് കൂട്ടിന് വേണ്ടി ആളില്ലാത്തതുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന ഭയങ്കര ബിസി പേഴ്സണാണ് അല്ലേ. അപ്പോൾ ഇവനും മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ കാണുന്ന പാർക്കിനോട് തൊട്ട് ചേർന്നാണ് നമ്മുടെ ഈ ലേക്ക് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞാൽ ഈ ലേക്കിൽ ഇപ്പോൾ ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്തല്ല. ഏതാണ്ട് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തോളം ഇവിടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ സിപ്പ് ലൈനിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും. നമ്മുടെ ഈ ടൂറിസ്റ്റിന് എന്തായാലും മാക്സിമം ബൂസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അത് വന്നു കഴിഞ്ഞാൽ. അതുപോലെ ഇതാണ് തിയേറ്റർ സെക്ഷൻ കേട്ടോ. ഇതിൻ്റെ അകത്താണ് തിയേറ്ററും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മുടെ പാർക്കിലേക്ക് പല വഴി ആക്സസ് ചെയ്യാനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, മൊത്തത്തിൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ചീപ്പാട്ടോ, ഇവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ചീപ്പാണ്. അവരെടുത്ത് പറയേണ്ട കാര്യം ഇവിടെ തിയേറ്ററിന് ഏകദേശം കാണുന്നതിന് ഒരു ആൾക്ക് 50 രൂപയാണ്. അത് വെർത്താണോ ഇല്ലയോ എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല, കാരണം നമ്മൾ കണ്ടിട്ടില്ല. അത് ഇന്ന് പ്ലേ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഗൈസ് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരെ പോണതിൻ്റെ ആ വഴിക്കാണ് കേട്ടോ നമ്മുടെ മെഡിസിൻ്റെ പ്ലാൻസൊക്കെ ഇവർ കീപ്പപ്പ് ചെയ്തേക്കണേ.
അതുപോലെ തന്നെ അതിൽ കുറേ വെറൈറ്റീസ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കവിടെ ജസ്റ്റ് പോയിട്ട് ഏതൊക്കെയാണ് വെറൈറ്റീസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ ശരിക്കും പേരിട്ടാണ് മെഡിക്കൽ ഗാർഡൻ എന്നാണ്. അപ്പോൾ ഈ മെഡിക്കൽ ഗാർഡനിലാണ് ഈ പറഞ്ഞ പോലെ ഇവർ മെഡിസിൻസ് കീപ്പ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നിങ്ങൾ പരിചയപ്പെടുത്തരാം. കണ്ടോ, മെഡിക്കൽ ഗാർഡൻ അഥവാ ഔഷധ ഉദ്യാനം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കൂവളത്തിൻ്റെ ചെടിയാണ് ഈ കാണുന്നത് ഒന്ന്, പിന്നെ നമ്മുടെ കറ്റാർ വാഴ അല്ലെങ്കിൽ അലോവേറ, പിന്നെ വരുന്നത് സ്പൈറൽ ജിഞ്ചർ. ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, സ്പൈറൽ ജിഞ്ചർ. പിന്നെ നമ്മുടെ പനിക്കൂർക്ക, പിന്നെ ഇത് പേരില്ലാത്തൊരു ചെടി, പിന്നെ സ്റ്റിക്കി പോൺ വീട് എന്ന് പറഞ്ഞ മൂവില്ല. ആൻഡ് ഇതെന്താ, അശോകം. ഓക്കെ, അശോക ചെടിയാണിത്. പിന്നെ വരുന്ന മലബാർ നട്ട്, ആടലോടകം, പിന്നെ നമ്മുടെ തുളസി, പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇതൊന്നും തൊടാൻ പാടില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് തൊട്ടുന്നുള്ളൂ. പിന്നെ അത് വീണ്ടും അയ്യപ്പനയുടെ ഇംഗ്ലീഷും അയ്യപ്പന തന്നെ. പിന്നെ അടുത്ത് വരുന്നത് പാണ്ടൻ ലീവ്സ്, ബിരിയാണി കൈതയാണ് ഈ കാണുന്നത്. നമ്മുടെ കൈതച്ചെടി പോലെ തന്നെ. പിന്നെ വീണ്ടും അലോവേറ. ഇവിടെ വരുന്നത് ബ്ലാക്ക് മലബാർ നട്ട് അഥവാ ഒടിച്ചു കുത്തി, എന്താണെന്നറിയില്ല, അറിയുന്നവരെന്തെന്നൊക്കെ പറയുക. പിന്നെ വരുന്നത് ശവനാറിപ്പൂ. ഇതാണല്ലേ ശവനാറിപ്പൂ. പിന്നെ കോമൺ സ്വീറ്റ്സ് ഫ്ലാഗ്, വയമ്പ്. ഇതാണ് വയമ്പ് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് കണ്ടുപരിചയമുള്ളതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് വന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഈ പറഞ്ഞ പോലെ തന്നെ കുറേ വെറൈറ്റീസ് മരങ്ങളും ചെടികളും ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും കണ്ടു പഠിക്കാനും പരിചയപ്പെടാനൊക്കെ ആയിട്ടുള്ള നല്ല അവസരം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ബോട്ടിങ് എങ്ങനെയാണ്. പെഡൽ ബോട്ടിങ് കേട്ടോ, കുട്ടികളവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെഡൽ ബോട്ടിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈഫ് ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുങ്ങി പോകാനുള്ള പ്രശ്നങ്ങളായിട്ടുള്ള ആഴം കുറവാണ്, ഏകദേശം മുട്ടിൻ്റെ താഴെയുള്ള വെള്ളമൊക്കെ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ അപ്പോൾ ഇതാണ് കേട്ടോ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം കുറച്ച് നേരമായിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളിവിടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈഫ് ഗാർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബോട്ടിങ് സെക്ഷൻ വരുന്നത് കേട്ടോ. കുട്ടികൾ നമ്മുടെ സ്വന്തം എഫേർട്ട് എടുത്ത് തന്നെ വേണം ബോട്ടിങ് കാര്യങ്ങൾ ചെയ്യാൻ. പേരൻസൊക്കെ തൊട്ട് സൈഡിൽ തന്നെ ഇന്ന് ഗൈഡും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ ലൈഫ് ഗാർഡ്സും ഉണ്ട് ഇവിടെ. ബ്ലൂ ഷർട്ട്സ് ഇട്ടതൊക്കെ ലൈഫ് ഗാർഡാണ്. അപ്പോൾ ഈവൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഭയങ്കര ആഴം കുറവാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും ട്യൂബിലൊരു എയർ ഫില്ല് ചെയ്തിട്ട് വെള്ളം നിറച്ചിട്ടാണ് പരിപാടി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യണം. അവരുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടറിയാം, ഒരു പേടിയില്ലാണ്ട് കംപ്ലീറ്റ്ലി അവർ ഹാപ്പി ആയിട്ടിരുന്നാണ് എല്ലാം ചെയ്യുന്നത്. അടുത്ത ആൾ വെയിറ്റിംഗ് ആണ് കയറാൻ വേണ്ടിയിട്ട്. ഒരാൾ ഇറങ്ങാൻ നോക്കിയിരിക്കുന്നു, അടുത്ത ആൾ ഇതാ കയറുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് നോക്കിയാൽ കാണുന്നത് പേരൻസ് അവിടെ നിന്ന് ഗൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കൊച്ചിലൊന്നും വിഷയമല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പെഡലിംഗ് ആണ് കേട്ടോ. അപ്പോൾ കൈ വെച്ചാണ് ശരിക്കും പിന്നെ കറക്കണേ. ഓക്കെ, ഞാനിത് കാല് വെച്ചാണ് ഫസ്റ്റ് ഓർത്തത്. കാലല്ല കേട്ടോ, ഫസ്റ്റ് കൈ വെച്ചാണ് ചെയ്യുന്നത്. നല്ല രസമുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ട് പറയരുത് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളില്ലല്ലോ എന്ന് പറയരുത്. കാരണം ഈവൻ ലൈഫ് ജാക്കറ്റിൻ്റെ കാര്യമൊന്നുമില്ല, നമ്മുടെ അടിപൊളി ലൈഫ് ഗാർഡ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒട്ടും ആഴമുള്ള കാര്യമല്ല. ഈവൻ അതുപോലെ തന്നെ അവർ പേരൻസും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അവർ ഓക്കെയാണ്, ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുട്ടി ഭയങ്കര കംപ്ലീറ്റ്ലി ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് നിന്നിട്ടാണ് അത് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻ അത് റൈഡ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഹാപ്പിനെസ്. ഗൈസ്, നമ്മൾ കട്ട പോസ്റ്റാണ്. നമ്മുടെ ആ ഒരു വിഷ്വൽ ഷോ കാണാൻ വേണ്ടിയിട്ട് കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫൈനലി അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ടിക്കറ്റ് എടുക്കാത്തവർ എത്ര രൂപ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ചക്കീനെ പറഞ്ഞു വിട്ടേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട്. ആൻഡ് നല്ല ഇരുട്ടായി തുടങ്ങി, ലൈറ്റിംഗ് ഒക്കെ പോയി തുടങ്ങി, ഇവിടുത്തെ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. ആൻഡ് ഇവിടെ ക്രൗഡ് അതൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഷോ തുടങ്ങാറായി. നമ്മൾ വെയിറ്റിങ്ങിലാണ്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ പാടില്ല, നോക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റിന് എത്രയും 100 രണ്ട് ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ 2 ടിക്കറ്റ് 100 രൂപയുണ്ട്. പിന്നെ അത് ഇതുപോലത്തെ 2 സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ കൊടുത്താലാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ആൻഡ് ഇതാണ് ടിക്കറ്റ് കേട്ടോ, കാണാത്തവർക്ക് ഇതാണ് ടിക്കറ്റ്. ടിക്കറ്റിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ല. കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്ക്
ടിക്കറ്റ് ക്വാണ്ടിറ്റി 2, പ്രൈസ് 100, പിന്നെ ഒരു സ്കാൻ കോഡും. അപ്പോൾ നമ്മൾ വെയിറ്റിംഗാണ്, നമുക്ക് നോക്കാം. ഗൈസ് അങ്ങനെ ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ആർ വെയിറ്റിംഗ്. ഇപ്പോൾ ആൾക്കാരെല്ലാം അപ്പോൾ അപ്പോൾ വന്നിരിക്കുന്ന എല്ലാവരും മ്യൂസിക് ഫൗണ്ടേഷൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് മാറിയിരിക്കണേ അവരുടെ ഒരു പ്രസൻസിലുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറി ബാക്കിലാണ് നിൽക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാനും വെയിറ്റിംഗ് ആട്ടോ. അങ്ങനെ ഗൈസ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര സൗണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മൂവി ടൈം. അപ്പോൾ ഗൈസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഹെഡി സിനിമ. എല്ലാവരും ഉണ്ട്. എൻ്റെ പൊന്നാളിയെ കിളി പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ണട ഒരിക്കും ഒരു രക്ഷയില്ല. സീറ്റ് കുലുക്കി കുറച്ച് ഒരു രക്ഷയിലുണ്ടായി കളഞ്ഞു. താങ്ക് യു ഗൈസ്. ഒരു രക്ഷ ഉണ്ടായില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണിത്. ഒരു രക്ഷയില്ല, ഓസം. അപ്പോൾ ഗൈസ് ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ഷോർട്ട് വീഡിയോ ആണ്. ജസ്റ്റ് നമ്മുടെ ഈ ഒരു പാർക്ക് നിങ്ങളിലേക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ എനിക്ക് പ്രത്യേകം ഒന്നും എടുത്ത് പറയാനുള്ള കാര്യം, നമ്മൾ ഫാമിലി ആയിട്ട് വരിക. കുട്ടികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവർക്കാണ് ഇത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് അല്ലാത്തവർക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഫോർ റിലാക്സ് എന്ന് പറയാനല്ലാണ്ട് അതിനും കൂടുതലൊന്നും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈവൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ദാറ്റ് ഗുഡ് ഫോർ യു. അതല്ലാതെ കൂടുതലൊന്നും ചെയ്യാനില്ല. എന്തായാലും കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ അവർ 100% സാറ്റിസ്ഫൈ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. അങ്ങനെ അവർ തിരിച്ച് പോവുള്ളൂ. അതിനുള്ള ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, അതിനുള്ള ആംബിയൻസ് ഉണ്ട്. ഈവൻ ദ തിയേറ്റർ എക്സ്പീരിയൻസ് ഈസ് വെരി വെരി വണ്ടർഫുൾ. സോ ആൻഡ് ഈവൻ നൈറ്റ് ആണെങ്കിൽ ദ ഫൗണ്ടേഷൻ ഓൾസോ വെരി നൈസ്. അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ അത്രയ്ക്കുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഷോർട്ട് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും നമ്മൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ പറഞ്ഞാലോ. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സി യു. അടിപൊളി. നിങ്ങൾ വരിക, എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക, അടിച്ചുപൊളി.